നമസ്കാരം. മസാല ബോണ്ട് ഇറക്കാൻ തീരുമാനിച്ച കിഫ്ബി യോഗത്തിന്റെ മിനിറ്റ്സ് 3 വർഷം മുൻപ് സർക്കാർ നിയമസഭയിൽ വെച്ചത്. ഈ മിനിറ്റ്സ് ആണ് ഇപ്പോൾ മന്ത്രി തോമസ് ഐസക്കിനെതിരായ പ്രധാന ആയുധമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രയോഗിക്കുന്നത്. ഉയർന്ന പലിശ നിരക്കിൽ മസാല ബോണ്ട് ഇറക്കി പണം സമാഹരിക്കുന്നതിനെ കിഫ്ബി യോഗത്തിൽ അന്നത്തെ ചീഫ് സെക്രട്ടറി ടോം ജോസും ധനസെക്രട്ടറിയായിരുന്ന മനോജ് ജോഷിയും എതിർത്തതായാണ് മിനിറ്റ്സ് വ്യക്തമാക്കുന്നത്. 2018 ഒക്ടോബർ 2 മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന 34ാം ജനറൽ ബോഡിയിലാണ് 14ാം അജണ്ടയായി മസാല ബോണ്ട് ചർച്ചയ്ക്കെത്തിയത്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ബോണ്ട് ഇറക്കി പണം സമാഹരിക്കാൻ കിഫ്ബി സിഇഒ ആയിരുന്ന KM എബ്രഹാം ബോർഡിന്റെ അനുമതി തേടി. രാജ്യത്തിനകത്ത് കുറഞ്ഞ പലിശയ്ക്ക് ബോണ്ടിറക്കി പണം സമാഹരിക്കാൻ കഴിയുമെന്നിരിക്കെ എന്തിന് കൂടിയ പലിശയ്ക്ക് ബോണ്ടിന് ശ്രമിക്കണം എന്നായിരുന്നു ധനസെക്രട്ടറി മനോജ് ജോഷിയുടെ ചോദ്യം. പിന്നാലെ ചീഫ് സെക്രട്ടറി ടോം ജോസും ഇടപെട്ടു. പൊതുവെ വിദേശ വിപണിയിൽ പലിശ നിരക്ക് കുറഞ്ഞു നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് മസാല ബോണ്ടിന്റെ പലിശ ഇത്രമാത്രം ഉയർന്നു നിൽക്കുന്നതെന്ന് അദ്ദേഹം ആരാഞ്ഞു. നാണയവിനിമയ നിരക്കുകളുടെ ഡേറ്റ പരിശോധിച്ചാൽ കുറഞ്ഞ നിരക്കിൽ ലഭിക്കുമോ എന്ന് കണ്ടെത്താനാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ ബോർഡ് അംഗങ്ങളായ പ്രൊഫസർ സുശീൽ ഖന്ന, JN ഗുപ്ത, സലിം ഗംഗാധരൻ, RK നായർ എന്നിവർ മസാല ബോണ്ടിനെ അനുകൂലിക്കുകയും തുടർ നടപടിയുമായി മുന്നോട്ടു പോകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്ന് ചർച്ച ഉപസംഹരിച്ച് മന്ത്രി TM തോമസ് ഐസക് പറഞ്ഞത് ഇങ്ങനെയാണ്: പലിശ നിരക്ക് കൂടിയാലും രാജ്യാന്തര വിപണിയിൽ പ്രവേശിക്കാനുള്ള ഈ അവസരം ഉപയോഗിക്കണം. ഈ ചുവടുവയ്പ് ദീർഘകാലത്തേക്ക് ഗുണം ചെയ്യും. മുഖ്യമന്ത്രിയാകട്ടെ ഒന്നും പറഞ്ഞില്ല. പിന്നീട് 2021 9.72% പലിശയ്ക്ക് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി 2150 കോടി രൂപയാണ് കിഫ്ബി സമാഹരിച്ചത്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ലംഘനം ആരോപിക്കുന്ന കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻമന്ത്രി TM തോമസ് ഐസക്കിന്റെ ഉത്തരവാദിത്തം വ്യക്തമാക്കുന്ന തെളിവെന്ന നിലയിൽ ED കണ്ടെത്തിയത് ഈ വിവരങ്ങളുള്ള മിനിറ്റ്സ് ആണെന്നാണ് വിവരം. അതേസമയം കിഫ്ബി മസാല ബോണ്ട് ഇറക്കിയതിനെക്കുറിച്ചും അതിലൂടെ ലഭിച്ച പണത്തിന്റെ വിനിയോഗം സംബന്ധിച്ചും വൈസ് ചെയർമാൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ എന്നീ നിലകളിൽ വാക്കാൽ തെളിവുകൾ നൽകാൻ ഹാജരാകണമെന്നാണ് ED തനിക്ക് തന്ന സമൻസിൽ ആവശ്യപ്പെട്ടത്. കിഫ്ബിയിലെ ഈ 2 പദവികളും ധനമന്ത്രി എന്ന നിലയിൽ വഹിച്ചതാണ്. ഈ പദവികൾക്ക് പ്രത്യേകമായ ഒരു അധികാരവുമില്ല. ബോർഡ് കൂട്ടായാണ് തീരുമാനമെടുക്കുന്നത്. അതിനാൽ മസാല ബോണ്ട് ഇറക്കുന്നതിൽ തനിക്ക് വ്യക്തിപരമായ ഒരു റോളും ഇല്ലെന്നാണ് EDക്ക് നൽകിയ മറുപടിയിൽ തോമസ് ഐസക് ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ മസാല ബോണ്ട് ഇടപാടിൽ വിവിധ തീരുമാനങ്ങൾക്ക് അനുമതി നൽകിയത് തോമസ് ഐസക്കും മുഖ്യമന്ത്രിയുമാണെന്നാണ് ED വ്യക്തമാക്കുന്നത്. ഐസക്കിന്റെ നിലപാടിനെ തുടർന്നാണ് മസാല ബോണ്ട് ഇറക്കാൻ തീരുമാനിച്ചതെന്നാണ് ED പറയുന്നത്. അതേസമയം മസാല ബോണ്ട് കേസിലെ അന്വേഷണം അട്ടിമറിക്കാൻ കിഫ്ബി ശ്രമിക്കുന്നുവെന്ന് ഹൈക്കോടതിയിൽ നൽകിയ മറുപടി സത്യവാങ്മൂലത്തിൽ ED കുറ്റപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഐസക്കിനെതിരായ വിവരങ്ങൾ പുറത്തുവന്നത്. കിഫ്ബി മനഃപൂർവ്വം അന്വേഷണം നിശ്ചലമാക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് ED കുറ്റപ്പെടുത്തുന്നത്. 10 മാസമായി കിഫ്ബി അടക്കമുള്ള എതിർകക്ഷികൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. മനഃപൂർവ്വം ഇവർ നിസ്സഹകരിക്കുകയാണ്. കേസിൽ സമൻസ് അയക്കുന്നത് നടപടിക്രമമാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കിഫ്ബി അടക്കം ശ്രമിക്കുന്നത് ശരിയല്ലെന്നും ED പറഞ്ഞു. സമൻസ് കിട്ടുന്നയാൾ കുറ്റക്കാരനാണെന്നോ അല്ലെന്നോ പ്രഥമ ദൃഷ്ട്യാ പറയാനാകില്ല. അന്വേഷണത്തിന്റെ ഭാഗമായുള്ള വിവരശേഖരണത്തിനാണ് സമൻസ് നൽകുന്നത്. സഹകരിക്കേണ്ടത് ഉത്തരവാദിത്തമുള്ളവരുടെ ബാധ്യതയാണെന്നും ED പറഞ്ഞു. കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള സമൻസ് 4 പ്രാവശ്യം അവഗണിച്ചിരുന്നു ഐസക്. കഴിഞ്ഞ ദിവസം ഇതിന്റെ കാരണങ്ങൾ വിശദീകരിച്ച് EDക്ക് കത്ത് നൽകിയിരുന്നു.